ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. അന്നപൂർണേ സദാ പൂർണേ ശങ്കര പ്രാണവല്ലഭേ. ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി മഹേശ്വരി. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം 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 നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. കല്യാണീം കമലേക്ഷണാം വരനിധിം മന്ദാരചിന്താമണിം. കല്യാണീം ഘനസംസ്ഥിതാം
ഘനകൃപാം മായാം മഹാവൈഷ്ണവീം കല്യാണീം ഭവതീം വികർമ്മശമനാം കാഞ്ചീപുരീം കാമദാം കല്യാണീം കല്യാണീം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം ധ്യായാമി മൂകാംബികാം. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 317 ആണ് പഠിക്കുന്നത്. ഭാഗവതം തൃതീയ സ്കന്ധം 1-ാം അധ്യായത്തിലെ 30 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം. കച്ചിദ് ഹരേ സൗമ്യ സുതസദൃക്ഷ ആസ്തേ ഗ്രണീരഥിനാം സാധു സാംബ അസൂതയം ജാംബവതീ വ്രതാഢ്യാ ദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ ക്ഷേമം സകച്ചില്യുധാന ആസ്തേ ഫാൽഗുനാല്ലബ്ധധനൂരഹസ്യ ലേഭേഞ്ച സാധോക്ഷജ സേവയൈവ ഗതിം തദീയാം യതിഭിർദുരാപാം കച്ചിദ്ബുധ സ്വസ്ത്യനമീവ ആസ്തേ ശോഭൽകപുത്രോ ഭഗവൽ പ്രപന്ന യകൃഷ്ണപാദാംഗിതമാർഗപാംസുഷു അചേഷ്ടത പ്രേമ വിഭിന്ന ധൈര്യ കച്ചിൽ ശിവം ദേവകഭോജപുത്ര്യാ വിഷ്ണു പ്രജായാ ഇവ ദേവമാതു യാ വൈ സ്വഗർഭേണ ദധാര ദേവം ത്രയീയഥാ യജ്ഞവിധാനമർത്ഥം അഭിസ്വിതാസ്തേ ഭഗവാൻ സുഖം വോ യസാത്വതാം കാമദുഘോ നിരുദ്ധ യമാമനന്തി സ്മഹ ശബ്ദയോനിം മനോമയം സത്വതുരീയ തത്വം അഭിസ്വിതന്യേ ച നിജാത്മദൈവം അനന്യവൃത്യാ സമനുവ്രതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണഗദാദയ സ്വസ്തി ചരന്തി സൗമ്യ അഭി സ്വദോർഭ്യം വിജയാച്യുതാഭ്യം ധർമ്മേണ ധർമ്മ പരിപാദിസേതും ദുര്യോധനോതപ്യത യൽസഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാ കിം വാ കൃതാഘേഷ്വഘമത്യമർഷി ഭീമോ ഹി വൽ ദീർഘതമം വ്യമുഞ്ജൽ യസ്യാഘ്രിപാദം എണഭൂർണസേഹേ മാർഗംഗദായ ചരതോ വിചിത്രം കച്ചില്യശോധാരഥയൂഥപാനാം
ഗാണ്ഡീവധന്നോ പരതാരിരാസ്തേ അലക്ഷിതോ യശരകൂടഗൂഢോ മായാകിരാതോ ഗിരിശസ്തുതോഷ യമാവുദസ്വിത്തനയോ വൃഥായ പാർത്ഥേർവൃതൗ പക്ഷ്മഭിരക്ഷിണീവ രേമാത ഉദ്ദായ മൃധേ സുരിക്തം പരാൽ സുപർണാവിവ വജ്രിവക്ത്രാൽ അഹോ പൃഥാപി ധ്രിയതേർഭഗാർത്ഥേ രാജഋഷിവര്യേണ വിനാപിതേന യസ്തേകവീരോധിരഥോ വിജിഗ്യേ ധനുർദ്വിതീയ കകുഭശ്ചതസ്ര സൗമ്യാനുശോചേതമഥ പതന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയ നിർയാപിതോ യേന സുഹൃത്സ്വപുര്യാ അഹം സ്വപുത്രൻ സമനുവ്രതേന സോഹം ഹരേർമർത്യവിഡംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതു നാന്യോപലക്ഷ്യ പദവിം പ്രസാദാൽ ചരാമി പശ്യൻ ഗതവിസ്മയോത്ര നൂനം നൃപാണം ത്രിമദോൽപധാനാം മഹിമുഹുശ്ചാലയതാം ചമൂഭി വധാൽ പ്രപന്നാർത്തി ജിഹീർഷയേശോപ്യുപൈക്ഷതാഘം ഭഗവൻ കുരൂണാം അജസ്യ ജന്മോൽപഥനാശനായ കർമാണ്യകർത്തുർഗ്രഹണായ പുംസം നന്വന്യഥാ കോർഹതി ദേഹയോഗം പരോ ഗുണാനാമുദ കർമ്മതന്ത്രം തസ്യ പ്രപന്നാഖിലലോകപാനാം അവസ്ഥിതാനാമനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദുഷ്വജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം ദക്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ തൃതീയസ്കന്ധേ വിദുരോദ്ധവ സംവാദേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. നമസ്കാരം. 30-ാം ശ്ലോകം മുതൽ പഠിക്കാം. ശ്ലോകം 30. കച്ചിദ്ഘരേ സൗമ്യസുതസദൃക്ഷ ആസ്തേഗ്രണീ രഥിനാം സാധു സാംബ അസൂദയം ജാംബവതി വ്രതാഢ്യാ ദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ. ഹേ സാധോ സൗമ്യ. ഹേ സാധോ. ഹരേഹ ഹരിയുടെ സദൃക്ഷ സുതഃ സദൃശപുത്രനും രഥിനാമഗ്രണീഹി മഹാരഥാഗ്രഗണ്യനുമായ സാംബ സാംബൻ സാധു ആസ്തേ കച്ചിത് സുഖമായിരിക്കുന്നുവോ. അഗ്രേ പൂർവജന്മത്തിൽ യഹ് യാതൊരുവൻ അംബികയാ ധൃത പാർവതീദേവിയാൽ ധരിക്കപ്പെട്ടുവോ. വ്രതാഢ്യാ ജാംബവതി വ്രതാനുഷ്ഠാനത്താൽ യോഗ്യത സമ്പാദിച്ച ജാംബവതി ദേവം യം ഗുഹം ദേവനായ യാതൊരു സുബ്രഹ്മണ്യനെ അസൂത പ്രസവിച്ചുവോ. ഹേ സൗമ്യസ്വഭാവനായ ഉദ്ധവരെ, ഉമാദേവി മുൻജന്മത്തിൽ ഏതൊരു കുമാരനെ ഗർഭത്തിൽ ധരിച്ചുവോ
ആ ദേവനായ സുബ്രഹ്മണ്യനെ വൃതാഢ്യയായ ജാമ്പവതി പുത്രനായിട്ട് പ്രാപിച്ചു. കൃഷ്ണന്റെ പുത്രനും കൃഷ്ണ സദൃശനും രഥികളിൽ വെച്ച് ശ്രേഷ്ഠനുമായ ആ സാമ്പൻ സുഖമായിരിക്കുന്നുവോ? സുബ്രഹ്മണ്യ സ്വാമിയാണ് സാമ്പനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 30. ക്ഷേമന്ന കച്ചിൽ യുയുധാന ആസ്തേ യഫാൽഗുനാൽ ലബ്ധധനൂരഹസ്യ ലേഭേഞ്ജസാധോക്ഷജ സേവയൈവ ഗതിം തദീയം യതിഭിർദുരാപാം. ഫാൽഗുനാൽ അർജുനനിൽ നിന്ന് ലബ്ധധനൂരഹസ്യ ലഭിക്കപ്പെട്ട ധനുർവേദ രഹസ്യത്തോടുകൂടിയ യുയുധാന യാതൊരു യുയുധാനൻ സാത്യകി ക്ഷേമം ആസ്തേ കച്ചിൽ സുഖമായിരിക്കുന്നുവോ? സ അവൻ അധോക്ഷജ സേവയാ ഏവ കൃഷ്ണഭജനം കൊണ്ടുതന്നെ യതിഭി ദുരാപം സന്യാസികൾക്ക് കൂടെ കിട്ടുവാൻ പ്രയാസമുള്ളതായ തദീയാം ഗതിം ശ്രീകൃഷ്ണ പാദപ്രാപ്തിയെ അഞ്ജസാ ലേഭേ അനായാസേന ലഭിച്ചു. അർജുനനിൽ നിന്ന് ധനുർവേദ രഹസ്യത്തെ അറിഞ്ഞിരിക്കുന്ന ഏതൊരുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദഭജനം കൊണ്ടുതന്നെ സന്യാസികൾക്ക് കൂടി ലഭിക്കുവാൻ കഴിയാത്തതായ ശ്രീകൃഷ്ണ സ്വരൂപ പരമഭക്തിയെ, പരബ്രഹ്മൻ തന്നെ കൃഷ്ണൻ എന്ന ബോധത്തെ നന്നായി അടഞ്ഞുവോ, ആ സാത്യകി ക്ഷേമമായിരിക്കുന്നില്ലേ? ശ്ലോകം 32. കച്ചിദ്ബുധസ്വസ്ത്യനമീവ ആസ്തേ ശോഭൽകപുത്രോ ഭഗവൽ പ്രപന്ന യകൃഷ്ണപാദാംഗിത മാർഗപാംസുഷു അശ്ചേഷ്ടത പ്രേമ വിഭിന്ന ധൈര്യ അനമീവ ദോഷരഹിതനും ഭഗവൽ പ്രപന്ന ഭഗവാനെ ശരണം പ്രാപിച്ചവനും ബുധ തത്വമറിഞ്ഞവനുമായ ശോഭൽകപുത്ര അക്രൂരൻ സ്വസ്തി ആസ്തേ കച്ചിൽ സുഖമായിരിക്കുന്നുവോ? യാതൊരുവൻ പ്രേമവിഭിന്ന ധൈര്യ ഭക്തിയാൽ ധൈര്യമില്ലാത്തവനായിട്ട് കൃഷ്ണപാദാംഗിത മാർഗ പാംസുഷു ശ്രീകൃഷ്ണന്റെ ചരണചിഹ്നങ്ങളാൽ അടയാളപ്പെട്ട മാർഗധൂളികളിൽ അചേഷ്ടത ഉരുണ്ടു. വിദ്വാനും ഭഗവാനെ ശരണം പ്രാപിച്ചവനും പാപം ലേശമില്ലാത്തവനും ശോഭൽക്കന്റെ പുത്രനും ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ പതിഞ്ഞിരിക്കുന്ന വഴിയിലുള്ള ധൂളികളിൽ പ്രേമാധിക്യത്താൽ മനസ്സിൽ മനസ്സലിഞ്ഞുരുണ്ടവനുമായ അക്രൂരൻ സൗഖ്യമായിട്ട് ഇരിക്കുന്നുവോ? ശ്ലോകം 33. കച്ചിൽ ശിവം ദേവകഭോജപുത്ര്യാ വിഷ്ണുപ്രജായ ഇവ ദേവമാതു യാ വൈ സ്വഗർഭേണ ദധാരദേവം ത്രയീയഥാ യജ്ഞവിധാനമർത്ഥം. ദേവഭോജപുത്ര്യാഹ ദേവകനെന്നു പേരായ ഭോജന്റെ പുത്രിക്ക് വിഷ്ണുപ്രജായാഹ വിഷ്ണുവാകുന്ന സന്താനത്തോടുകൂടിയ ദേവമാതു ഇവ ദേവമാതാവിനെന്ന പോലെ ശിവം കച്ചിൽ മംഗളം തന്നെയോ യാ വൈ യാതൊരുവൾ ത്രയീം വേദം യജ്ഞവിധാനം അർത്ഥം യാഗത്താൽ വിസ്തരിക്കപ്പെടുന്ന വസ്തുതത്വത്തെ എന്ന പോലെ ദേവം വിഷ്ണുവിനെ സ്വഗർഭേണ തന്റെ ഗർഭത്താൽ ദധാര ധരിച്ചുവോ?
ഋക് സാമ യജുർ ഭാഗങ്ങൾ ചേർന്ന വേദം യാഗത്തിന്റെ വിസ്താര രൂപമായ അർത്ഥത്തെ, വസ്തു ഐക്യത്തെ ധരിക്കുന്നത് പോലെ തന്റെ ഗർഭത്തിൽ ഭഗവാനെ ധരിച്ചു പുത്രത്വേന ഭഗവാനെ പ്രാപിച്ചു. ദേവമാതാവായ അതിഥി ദേവിയെ പോലിരിക്കുന്നവളും ദേവകൻ എന്നു പേരായ ഭോജന്റെ പുത്രിയായി ജനിച്ചവളുമായ ദേവകീദേവി ക്ഷേമമായിരിക്കുന്നുവോ? ശ്ലോകം 34. അപിസ്വിതാസ്തേ ഭഗവൻ സുഖം വോ യസാത്വതാം കാമദുഘോ നിരുദ്ധ യമാമനന്തി സ്മഹ ശബ്ദയോനിം മനോമയം സത്വതുരീയ തത്വം. സാത്വതാംബ ഭക്തന്മാരായ നിങ്ങളുടെ കാമദുഃഖ അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവനും ഭഗവാൻ ഐശ്വര്യപരിപൂർണനുമായ അനിരുദ്ധ യാതൊരനിരുദ്ധൻ സുഖം ആസ്തേ അപിസ്വിൽ സുഖമായി ഇരിക്കുന്നുവോ യം യാതൊരുവനെ സത്വതുരീയ തത്വം അന്ധക്കരണങ്ങളിൽ നാലാമത്തേതിന്റെ അധിദൈവമെന്നും മനോമയം മനസ്വരൂപനും ശബ്ദയോനിം ശാസ്ത്രങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമെന്നും ആമനന്തി വേദങ്ങൾ പറയുന്നുവോ? വേദങ്ങൾ ഏതൊരുവനെ ശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമെന്നും മനസ്സിന്റെ പ്രേരകനെന്നും ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്ന 4 വിധം വിഭാഗമുള്ള അന്ധക്കരണത്തിൽ നാലാമത്തേതായ മനസ്സിന്റെ അധിഷ്ഠാന തത്വമെന്നും പറയുന്നുവോ? ആ വിധം മഹിമയുള്ളവനും തന്നെ ഉപാസിക്കുന്നവരുടെ മനോരഥങ്ങളെ പൂർണ്ണമായി സാധിപ്പിക്കുന്നവനുമായ നിങ്ങളുടെ സംബന്ധിയായ അനിരുദ്ധൻ സുഖമായിരിക്കുന്നുവോ? അങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് ഇവിടെ ഉദ്ധവനോട് ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം 35. അപിസ്വിതന്യേ ച നിജാത്മദൈവമനന്യവൃത്യാ സമനുവ്രതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണഗദാദയ സ്വസ്തി ചരന്തി സൗമ്യ. സൗമ്യ ശോഭന സ്വഭാവമുള്ളവനെ, നിജാത്മദൈവം തങ്ങളുടെ ആത്മാവിന് പ്രകാശത്തെ നൽകുന്ന ദേവനെ, ശ്രീകൃഷ്ണനെ അനന്യവൃത്യ അന്യചിന്ത കൂടാതെ യേ സമനുവ്രതാഹ യാതൊരുത്തർ വേണ്ടവിധം സേവിക്കുന്നുവോ തേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണഗദാദയാഹ. ഹൃദീകൻ, സത്യഭാമാപുത്രൻ, ചാരുദേഷ്ണൻ, ഗദൻ മുതലായവർ അഭിസ്വിൽ സ്വസ്തി ചരന്തി സുഖമായിരിക്കുന്നുവോ? ബാക്കിയുള്ള എല്ലാ യാദവന്മാരുടെയും കുശലത്തെ ഒന്നായിട്ട് ചോദിക്കുന്നു. ഹേ സൗമ്യ, ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ജീവാത്മാവിനും ദൈവമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഏതൊരുത്തർ അന്യത്ര മനസ്സ് വെക്കാതെ ഏകാന്ത ഭക്തിയോടുകൂടെ ആശ്രയിക്കുന്നുവോ ആ ഹൃദീകൻ, സത്യഭാമയുടെ പുത്രൻ, ചാരുദേഷ്ണൻ, ഗദൻ ഇവരെ ഏവരും സൗഖ്യമായിരിക്കുന്നുവോ? അടുത്ത ശ്ലോകം 36. അഭിസ്വിതോർഭ്യം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മപരിപാതി സേതും ദുര്യോധനോതപ്യതയിൽ സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാ. ധർമ്മപുത്രർ സ്വദോർഭ്യാം വിജയാച്യുതാഭ്യാം തന്റെ കൈകളായിരിക്കുന്ന അർജുനനോടും ശ്രീകൃഷ്ണനോടും കൂടെ സേതും മര്യാദയെ ധർമ്മേണ ധർമ്മം തെറ്റാതെ പരിപാലിക്കുന്നുവോ
യത്സഭായാം യാതൊരുവന്റെ സഭയിൽ വിജയാനുവൃത്യ അർജുനന്റെ സേവഹേതുവായിട്ടുണ്ടായ സാമ്രാജ്യലക്ഷ്മിയ ചക്രവർത്തിയൈശ്വര്യം നിമിത്തം ദുര്യോധനൻ അതപ്യത ദുഃഖിച്ചുവോ? യാദവന്മാരുടെ കുശലം ചോദിച്ചതിന് ശേഷം പാണ്ഡുപുത്രന്മാരുടെ കുശലം ചോദിക്കുന്നു. ആരുടെ സഭയിൽ പ്രവേശിച്ചപ്പോൾ അർജുനന്റെ നിരന്തര സേവയുടെ ഫലമായി ലഭിച്ചിരിക്കുന്ന സാമ്രാജ്യലക്ഷ്മിയാൽ ദുര്യോധനൻ തപിച്ചുവോ? ആ ധർമ്മപുത്രൻ അദ്ദേഹത്തിന്റെ കൈകൾ പോലെ ഇരിക്കുന്ന അർജുനനോടും ശ്രീകൃഷ്ണനോടും കൂടെ ചേർന്ന് ശാസ്ത്രമര്യാദയെ തെറ്റാതെ ധർമ്മത്തെ പരിപാലിക്കുന്നുവോ? ശ്ലോകം 37. കിം വാ കൃതാഘേഷു അഘമത്യമർഷി ഭീമോ ഹി വൽ ദീർഘതമം വ്യമുഞ്ചൽ യസ്യാഘ്രിപാദം രണഭൂർണസേഹേ മാർഗം ഗദായാചരതോ വിചിത്രം. ഗദായാഹ ഗദയുടെ വിചിത്രം മാർഗം ചരത അത്ഭുതകരമായ സമ്പ്രദായത്തെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന യസ്യ അഘ്രിപാദം യാതൊരുവന്റെ പാദപ്രക്ഷേപത്തെ രണഭൂ യുദ്ധഭൂമി നസേഹേ സഹിക്കയില്ലയോ? അഹിവൽ സർപ്പമെന്ന പോലെ അത്യമരുഷി അതിക്രുദ്ധനായ ഭീമസേന കൃതാഘേഷു അപരാധം ചെയ്തവരിൽ ദീർഘതമം അഘം ബഹുകാലമായി വിചാരിച്ചിരിക്കുന്ന ദണ്ഡത്തെ അപി വ്യമുഞ്ചൽ ഏൽപ്പിച്ചുവോ? ഗദായുദ്ധത്തിലുള്ള വിവിധ പ്രയോഗങ്ങളെ കാട്ടുവാൻ തക്കവിധം ആശ്ചര്യമായി സഞ്ചരിക്കുന്ന ഏതൊരുവന്റെ പാദപ്രക്ഷേപങ്ങളെ യുദ്ധഭൂമി സഹിക്കാൻ കഴിയാതിരിക്കുന്നുവോ? സർപ്പം പോലെ ക്രോധിച്ച് ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ആ ഭീമസേനൻ തനിക്ക് അപരാധം ചെയ്തവരിൽ ഏൽപ്പിക്കുവാൻ ബഹുകാലമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യസനത്തെ ശത്രുക്കളിൽ പ്രവേശിച്ചുവോ? ശ്ലോകം 38. കച്ചിദ്യശോധാ രഥയൂഥപാനാം ഗാണ്ഡീവധന്നോപരതാരിതാസ്തേ അലക്ഷിതോ എൽശരകൂടഗൂഢോ മായാകിരാതോ ഗിരിശസ്തുതോഷ. രഥയൂഥപാനാം പടയാളികളുടെ മധ്യത്തിൽ യശോധാഹ കീർത്തിപ്പെട്ടവനായ ഗാണ്ഡീവധന്വ ഗാണ്ഡീവം എന്നു പേരായ വില്ല് ധരിച്ചവൻ അർജുനൻ ഉപരതാരി ശത്രുക്കളെ സംഹരിച്ചവനായിട്ട് ആസ്തേ കച്ചിൽ വസിക്കുന്നുവോ? അലക്ഷിത അറിയപ്പെടാത്തവനും എൽ ശരകൂടഗൂഢ യാതൊരുവന്റെ ശരസമൂഹങ്ങളാൽ മൂടപ്പെട്ടവനുമായ മായാകിരാത ഗിരിശ മായ കൊണ്ട് കിരാതവേഷം ധരിച്ച ശിവൻ തുതോഷ സന്തോഷിച്ചുവോ? ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത വിധം മായാകിരാത സ്വരൂപത്തെ ധരിച്ച പരമശിവൻ ആരുടെ ബാണങ്ങൾ കൊണ്ടുള്ള പ്രഹരത്താൽ സന്തോഷിച്ചുവോ? രഥികന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും ഗാണ്ഡീവം എന്ന വില്ലിനെ അഗ്നിയിൽ നിന്ന് ലഭിച്ചവനുമായ ആ അർജുനൻ ശത്രുക്കളെ നശിപ്പിച്ച് സുഖമായിരിക്കുന്നുവോ? ശ്ലോകം 39. യമാവുദസ്വിത്തനയൗ പൃഥായ പാർത്ഥൈർവൃതൗ പക്ഷ്മഭിരക്ഷിണീവ രേമാത ഉദ്ദായ മൃധേ സ്വരിക്തം പരൽ സുപർണാവിവ വജ്രിവക്ത്രൽ. പക്ഷ്മഭി കൺപോളകളാൽ
അക്ഷിണീവ രണ്ടു നേത്രങ്ങളെന്ന പോലെ പാർത്ഥൈഹി കുന്തിപുത്രന്മാരാൽ വൃതൗ സംരക്ഷിക്കപ്പെടുന്ന യമൗ യമന്മാർ ഒരേ സമയത്തിൽ ജനിച്ച രണ്ടുപേർ നകുല സഹദേവന്മാർ. പൃഥായാഹ തനയൗ കുന്തിയുടെ രണ്ടു പുത്രന്മാർ. വജ്രിവക്ത്രാൽ ഇന്ദ്രന്റെ മുഖത്തിൽ നിന്ന് സുപർണൗ ഇവ രണ്ടു ഗരുഡന്മാരെന്ന പോലെ മൃധേ യുദ്ധത്തിൽ പരാൽ ശത്രുവിൽ നിന്ന് സ്വരിക്തം അവരുടെ ധനത്തെ ഉദ്ദായ എടുത്തിട്ട് ഉദസ്സിൽ രേമാതെ രമിക്കുന്നുവോ. കുന്തിയുടെ വളർത്തുപുത്രന്മാരും കൺപോളകൾ കൺമിഴികളെ കാത്തുരക്ഷിക്കും പോലെ കുന്തിപുത്രന്മാരായ ധർമ്മപുത്രാദികളാൽ സംരക്ഷിക്കപ്പെടുന്നവരുമായ നകുല സഹദേവന്മാർ ഇന്ദ്രനിൽ നിന്ന് രണ്ട് ഗരുഡന്മാർ അമൃതത്തെ അപഹരിച്ചു കൊണ്ടുവരുന്ന പോലെ ആ രണ്ടുപേർ തങ്ങളുടെ അവകാശമായ രാജ്യത്തെ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് ബലമായി വീണ്ടെടുത്ത് സുഖമായിരിക്കുന്നുവോ. ശ്ലോകം 40. അഹോ പൃഥാപി ധ്രിയതേർഭഗാർത്ഥേ രാജഋഷിവര്യേണ വിനാപിതേന യസ്ത്വേകവീരോധിരഥോ വിജിഗ്യേ ധനുർദ്വിതീയ കകുഭശ്ചതസ്ര. അധിരഥ തേർയുദ്ധത്തിൽ ശ്രേഷ്ഠനും ഏകവീര സാദൃശ്യമില്ലാത്ത പരാക്രമിയും ധനുർദ്വിതീയ വില്ലുമാത്രമാകുന്ന സഹായത്തോടുകൂടിയവനുമായ യാതൊരുവൻ ചതസ്ര കകുഭ 4 ദിക്കുകളെ വിജിഗ്യേ ജയിച്ചുവോ. തേന രാജഋഷിവര്യേണ വിനാ അപി ആ രാജർഷി ശ്രേഷ്ഠനോട് വേറിട്ടും പൃഥാപി കുന്തിയും അർഭകാർത്ഥേ ബാലസംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടും ധ്രിയതേ പ്രാണൻ ധരിച്ചിരിക്കുന്നു. അഹോ അതികഷ്ടം. ലോകത്തിൽ ഏകവീരനും രഥത്തിൽ കരേറിയിരുന്നു യുദ്ധം ചെയ്യുന്നവരിൽ അദ്വിതീയനും വില്ലുമാത്രമാകുന്ന സഹായത്തോടുകൂടിയവനുമായ ഏതൊരുവൻ 4 ദിക്കുകളെയും ജയിച്ചുവോ ആ രാജർഷി ശ്രേഷ്ഠനായ പാണ്ഡുമഹാരാജനോട് വേർപിരിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടി കുന്തിദേവി ജീവധാരണം ചെയ്തിരിക്കുന്നുവല്ലോ. മഹാകഷ്ടം, മഹാ ആശ്ചര്യം. കുന്തിദേവിയുടെ കുശലം ചോദിക്കുന്നത് തന്നെ അതികഷ്ടമാണെന്ന് അഭിപ്രായം. ശ്ലോകം 41. സൗമ്യാനുശോചേതമധപതന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയ നിര്യാപിതോയേന സുഹൃൽ സ്വപുര്യ അഹം സ്വപുത്രൻ സമനുവ്രതേന. സൗമ്യ, ഹേ പ്രിയദർശന, സ്വപുത്രൻ തന്റെ മക്കളെ സമനുവ്രതേന അനുസരിച്ചു നടക്കുന്ന യേന യാതൊരുവനാൽ സുഹൃത് അഹം ഹിതം ഉപദേശിച്ച ഞാൻ സ്വപുര്യ തന്റെ രാജധാനിയിൽ നിന്ന് നിര്യാപിത പുറത്താക്കപ്പെട്ടുവോ. പരേതായ ഭ്രാത്രേ മരിച്ചുപോയ സഹോദരന്റെ നേരെ യാതൊരുവൻ വിദുദ്രുഹേ വിദ്രോഹം ചെയ്തുവോ. അധപ്പതന്തം തം അധപ്പതിക്കുന്ന അവനെ അനുശോചേ ഞാൻ അനുശോചിക്കുന്നു. ഹേ പ്രസന്നനായ ഉദ്ധവ, മരണത്തെ പ്രാപിച്ചുവെങ്കിലും അനുജനായ പാണ്ഡുമഹാരാജാവിന്റെ പുത്രന്മാരെ ദ്രോഹിക്കുന്നത് മൂലം ആ അനുജനെ തന്നെ ദ്രോഹിക്കുന്നവനും സ്വപുത്രന്മാരുടെ ന്യായരഹിതമായ അഭിപ്രായത്തെ അനുസരിച്ച് ഹിതം പറഞ്ഞ സുഹൃത്തായ എന്നെ ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയവനും നരകത്തിൽ ചെന്നിരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനുമായ ആ ധൃതരാഷ്ട്രയെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. 42-ാം ശ്ലോകം. സോഹം ഹരേർമർത്യവിഡംബനേന ദൃശോ നൃണം ചാലയതോ വിധാതു നാന്യോപലിക്ഷ്യ പദവീം പ്രസാദാൽച്ചരാമി പശ്യൻ ഗതവിസ്മയോത്ര.
സ അഹം ആ ഞാൻ മർത്യവിടംബനേന മനുഷ്യനാട്യത്താൽ നൃണാം ദൃശ മനുഷ്യരുടെ കണ്ണുകളെ ചാലയത ഭ്രമിപ്പിക്കുന്നവനും വിധാതു സൃഷ്ടികർത്താവുമായ ഹരിയുടെ പ്രസാദാൽ അനുഗ്രഹനിമിത്തം ഗതവിസ്മയ ആശ്ചര്യപ്പെടാത്തവനും നാന്യോപലക്ഷ്യ അന്യന്മാരാൽ അറിയപ്പെടുവാൻ കഴിയാത്തവനും പദവിയും പശ്യൻ ഈശ്വരമാഹാത്മ്യത്തെ കാണുന്നവനുമായിട്ട് അത്ര ചരാമി ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു. മനുഷ്യനാട്യത്തെ അംഗീകരിച്ചതിനാൽ അതിശയ കർമ്മങ്ങളെ കൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നവനും എല്ലാറ്റിനെയും ഉണ്ടാക്കി കാത്തു രക്ഷിക്കുന്നവനുമായ ശ്രീകൃഷ്ണമൂർത്തിയുടെ അനുഗ്രഹത്താൽ ആ ഭഗവാന്റെ മഹിമയെ നോക്കിക്കണ്ടുകൊണ്ട് എന്തു സംഭവിച്ചാലും അതിൽ ആശ്ചര്യപ്പെടാതെയും മറ്റാരും എന്നെ അറിയാത്ത വിധത്തിൽ വേഷം മറച്ചുകൊണ്ടും ഞാനിങ്ങനെ സഞ്ചരിക്കുന്നു. രാജധാനിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടത് ഭഗവാന്റെ അനുഗ്രഹ ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെക്കുറിച്ച് അങ്ങ് വ്യസനിക്കണ്ട. ഒരിടത്തു തന്നെ ഇരിക്കാതെ സഞ്ചരിച്ചു ജീവിതം കഴിക്കുന്നതാണ് ഭഗവാന്റെ മഹിമ അറിയുവാൻ അധികം സഹായിക്കുന്നത് എന്ന് സാരം. ശ്ലോകം 43. നൂനം നൃപാണം ത്രിമഥോൽപഥാനാം നൂനം നൃപാണം ത്രിമദോൽപഥാനാം മഹിം മുഹുശ്ചാലയതാം ചമൂഭി വധൽ പ്രപന്നാർത്തിജിഹീർഷയേശോപ്യുപൈക്ഷതാഘം ഭഗവാൻ കുരൂണാം. ത്രിമദോത്പഥാനാം 3 വിധത്തിലുള്ള മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും ചമൂഭി സൈന്യങ്ങളാൽ മഹീം ഭൂമിയെ മുഹുച്ചാലയതാം അടിക്കടി ചലിപ്പിക്കുന്നവരുമായ നൃപാണാം രാജാക്കന്മാരുടെ വധാൽ സംഹാരത്താൽ പ്രപന്നാർത്തി ജിഹീർഷയാ ശരണാഗതന്മാരുടെ ദുഃഖം തീർപ്പാനുള്ള ആഗ്രഹത്താൽ ഈശ ഭഗവാൻ അഭി എല്ലാറ്റിനും സമർത്ഥനായ ശ്രീകൃഷ്ണനും കരുണാം അഘം കുരൂണാം അഘം കുരുക്കളുടെ പാപവൃത്തിയെ ഉപേക്ഷിച്ചു തന്നെ ശരണം പ്രാപിച്ചവരുടെ ദുഃഖത്തെ പരിഹരിക്കുവാൻ വേണ്ടി വിദ്യാധനം വംശം എന്നീ 3 വിധത്തിലുള്ള മഹിമ നിമിത്തമുണ്ടാകുന്ന മതത്താൽ മര്യാദ തെറ്റി നടക്കുന്നവരും സൈന്യങ്ങളെ കൊണ്ട് പലപ്പോഴും ഭൂമിയെ തന്നെ ചലിപ്പിക്കുന്നവരുമായ ദുഷ്ടരാജാക്കന്മാരെ നിശേഷം വധിക്കണമെന്നുള്ള വിചാരത്താൽ ഭഗവാൻ കുരുവംശത്തിൽ ജനിച്ച ദുര്യോധനാദികൾ ചെയ്ത ദോഷങ്ങളെ തൽക്ഷണം തീർത്ത് ഭക്തന്മാരായ പാണ്ഡവന്മാരെ രക്ഷിക്കുവാൻ താൻ സമർത്ഥനാണെങ്കിലും ദുര്യോധനാദികളുടെ കുറ്റങ്ങളിൽ ഉപേക്ഷ കാണിച്ചു. നിശ്ചയം മെല്ലെ മെല്ലെ എല്ലാ ദുർജനങ്ങളെയും വധിപ്പാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ മുതലായവരെ തൽക്ഷണം ഭഗവാൻ വധിക്കാത്തതെന്ന് സാരം. ശ്ലോകം 44. അജസ്യ ജന്മോൽപഥനാശനായ കർമ്മണ്യകർത്തുർഗ്രഹണായ പുംസാം നന്വന്യഥാ കോരുഹതി ദേഹയോഗം പരോ ഗുണാനാമുദ കർമ്മതന്ത്രം. അജസ്യ ജന്മാതിരഹിതന് ജന്മജനനം ഉൽപ്പഥനാശനായ വഴിതെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുവാനായിക്കൊണ്ടും അകർത്തു കർത്താവല്ലാത്തവന് കർമാണി കർമ്മങ്ങൾ പുംസാം ഗ്രഹണായ ജനങ്ങളുടെ ബോധത്തിനായിട്ടുമാകുന്നു. അന്യഥ അങ്ങനെ അല്ലെങ്കിൽ ഗുണാനാം പര ഗുണങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ഏതൊരുവൻ ദേഹയോഗം ശരീരത്തോടുള്ള ചേർച്ചയെയും ഉദ കർമ്മതന്ത്രം കർമാധീനതയെയും അർഹിക്കുന്നു. ജന്മാദി വികാരങ്ങളില്ലാത്തവനാണെങ്കിലും മര്യാദ തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി ജന്മങ്ങളെയും അകർത്താവാണെങ്കിലും മനുഷ്യരെ സൽക്കർമ്മങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടി കർമ്മങ്ങളെയും ഭഗവാൻ അംഗീകരിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ മറ്റേതൊരുവൻ ഗുണങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവനായിട്ടും
ഇമാതിരി ശരീരബന്ധത്തെയും കർമ്മങ്ങളെയും സ്വീകരിക്കും. ഇത് ദുഃഖമായിരിക്കെ സ്വീകരിക്കയില്ലെന്ന് സാരം. ഭഗവാനാകട്ടെ സ്വേച്ഛയ ലോകാനുഗ്രഹത്തിനു വേണ്ടി ജന്മകർമ്മങ്ങളെ സ്വീകരിച്ചതാകുന്നു. മായാതീതന് അത് ദുഃഖമല്ല. ശ്ലോകം 45. തസ്യ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദുഷ്വജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. പ്രപന്നാഖില ലോകപാനാം ശരണാഗതന്മാരായ സകല ദിക്പാലകന്മാരുടെയും സ്വേ അനുശാസനെ തന്റെ ആജ്ഞയിൽ അവസ്ഥിതാനാം നിലനിൽക്കുന്നവരുടെയും അർത്ഥായ പ്രയോജനത്തിനായിക്കൊണ്ട് യദുഷുജാതസ്യ യദുക്കളിൽ ജനിച്ചവനും തീർത്ഥകീർത്തേ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനുമായ അജസ്യ അജന്റെ വാർത്താം വൃത്താന്തത്തെ സഖേ കീർത്തയ. അല്ലയോ സുഹൃത്തെ, അങ്ങ് കീർത്തിച്ചാലും. ഹേ സഖേ, ജന്മമില്ലാത്തവനെങ്കിലും ശരണാഗതന്മാരായ ലോകപാലന്മാരെയും തന്റെ ആജ്ഞാരൂപമായ വേദവിധികളെ അനുസരിച്ചിരിക്കുന്ന മറ്റുള്ളവരെയും സംരക്ഷിച്ച് സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതായ പ്രയോജനത്തിനു വേണ്ടി യദുവംശത്തിൽ അവതരിച്ചവനും പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെ വിസ്തരിച്ചു പറഞ്ഞാലും ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ ബന്ധസർഗനിരൂപണ പ്രകരണ വിദുര ഉദ്ധവ സംവാദമായിട്ടുള്ള പ്രഥമ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇനി സമ്പൂർണ്ണ പാരായണം കഴിഞ്ഞ് തൃതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സൽ.